നമസ്കാരം. ഞാൻ ഷാൻഡി ജോസഫ് തട്ടകത്ത്. ചില വകുപ്പുകൾ ആനയെ വാങ്ങും, പക്ഷെ തോട്ടി വാങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റായ രജിസ്ട്രേഷൻ വകുപ്പിനെ കുറിച്ചാണ്. എൻ്റെ നാട് മാളയാണ്. മാളയില് ഒരു സബ് രജിസ്റ്റർ ഓഫീസ് ഉണ്ട്. 1,18,00,000 രൂപയോളം ചെലവ് ചെയ്ത് ഇപ്പൊ അടുത്ത കാലത്ത് നിർമ്മിച്ച മനോഹരമായ ഒരു സബ് രജിസ്റ്റർ ഓഫീസാണ്. പക്ഷെ ആ സബ് രജിസ്റ്റർ ഓഫീസില് വൈദ്യുതി പോയാൽ പ്രവർത്തിക്കാനുള്ള ഒരു UPS സംവിധാനമില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് കേടായി കിടക്കുകയാണ്. 2 വർഷമായിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മാളയ്ക്കടുത്ത് അന്നമനയുടെ സബ് രജിസ്റ്റർ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല. ജില്ലയിൽ തന്നെ 16 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ UPS ഇല്ലാതെ വൈദ്യുതി പോയാൽ പ്രവർത്തിക്കാനുള്ള സൗകര്യമില്ലാത്ത സബ് രജിസ്റ്റർ ഓഫീസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ വൈദ്യുതി പോകുമ്പോണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശകരമാണ്. കാരണം അവരുടെ അടിയന്തരമായി ലഭിക്കേണ്ട ബാധ്യത സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആധാരത്തിന്റെ കോപ്പികൾ, അതുപോലെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ വരുന്നവര്, അവരുടെ വിൽപത്രങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ആളുകൾ, ഇവരുടെ എല്ലാം കാര്യങ്ങൾക്ക് വന്നിരിക്കും വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല. ആധാർ രജിസ്റ്റർ ചെയ്യാൻ, ഭാഗാധാരം രജിസ്റ്റർ ചെയ്യാനെല്ലാം വരുമ്പോൾ ഒരു കുടുംബത്തിലെ പ്രായമായ 80-85 വയസ്സായ ആളുകളും അവരുടെ മക്കളുമടക്കം 10-15 പേര് വന്ന് ഇരുന്ന് ആധാർ രജിസ്റ്റർ നടപടികൾ ആരംഭിക്കുന്ന സമയത്താണ് വൈദ്യുതി പോയി. ചിലപ്പോൾ 2-3-4 മണിക്കൂർ കഴിഞ്ഞ് വൈദ്യുതി വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് വർഷക്കാലമാണ്. അപ്പൊ അന്നത്തെ ദിവസം തന്നെ നഷ്ടപ്പെടുന്നു, ആധാർ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ഈ സബ് രജിസ്റ്റർ ഓഫീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 2 വർഷമായിട്ടും ഇത് കേടുവന്നതിനെ കുറിച്ച്, നന്നാക്കുന്നതിനെ കുറിച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 16 സ്ഥലങ്ങൾ ഇത്തരത്തിലുണ്ട്. അപ്പൊ സംസ്ഥാനത്തിൽ 14 ജില്ലകളിൽ എടുക്കുമ്പോൾ എത്ര സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം? എന്തുകൊണ്ട് വകുപ്പ് ശ്രദ്ധിക്കുന്നില്ല? ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു വകുപ്പ് തന്നെയാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. കാരണം ഒരു ആധാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% ഫീസും അടക്കം 10%-ഓളം രൂപയാണ് ഒരു ആധാരവില രജിസ്റ്റർ ചെയ്യുമ്പോൾ സർക്കാരിലോട്ട് വരുന്നത്. അപ്പൊ അത്രയധികം വരുമാനമുള്ള ഒരു ഓഫീസിന് അവിടുത്തെ പ്രവർത്തിക്കുവാൻ, അവിടുത്തെ ജീവനക്കാർക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരുടെ വീഴ്ചയാണ്? പലപ്പോഴും അവർ ചെയ്തു തീർക്കേണ്ട, ഒരു മാസം ചെയ്തു തീർക്കേണ്ട പണികൾ ഇത്തരത്തിൽ തടസ്സപ്പെടുന്നതുകൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല. ഈ അംഗപരിമിതരെല്ലാം വന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് വീടുകളിൽ നിന്ന് ഓഫീസിൽ വന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ വൈദ്യുതി ഇല്ല, അവരുടെ കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. അങ്ങനെ നിരവധി തലത്തിലുള്ള പൊതുജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ഈ കാര്യമെല്ലാം ചൂണ്ടിക്കാണിച്ച് 2 ആഴ്ച മുന്നേ നമ്മുടെ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ IG-ക്കും ജില്ലാ രജിസ്ട്രാർക്കും എല്ലാം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ള, അടിയന്തരമായി ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ വേണം. വകുപ്പ് മേലുദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ വേണം. സർക്കാർ തലത്തിലെ ശ്രദ്ധ വേണം. ജനങ്ങളുടെ അർഹതപ്പെട്ട കാര്യങ്ങൾ തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ എല്ലാ സർക്കാർ ഓഫീസുകളും സജ്ജമാക്കേണ്ടത് ഓരോ ഭരണാധികാരികളുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് വിട്ടുപോകരുത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ വീഴ്ചയില്ലാതെ ഈ ഓഫീസിന്റെ പ്രവർത്തനം സുഗമമാക്കുവാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിൽ പൊതുജനങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ഇത്തരത്തിൽ ഓഫീസുകൾ സുഗമമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ നമ്മൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ അറിയിക്കുവാനോ അല്ലെങ്കിൽ ഒരു പരാതി എഴുതി നൽകാനോ നമ്മൾ തയ്യാറാവണം. ഈ തരത്തിൽ നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു വിഷയങ്ങളിൽ നമ്മൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്നാൽ ഇവിടെയുള്ള ജനപ്രതിനിധികളടക്കം കൂടുതൽ ജാഗരൂകരാകും. കാരണം ജനങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയാൽ ഇവർക്കൊന്നും അടങ്ങിയൊതുങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കണമെന്നും ഇടപെടണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.